അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഞാനിവിടെ നല്ലൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഒന്ന് ചെമ്മീൻ കറിയുടെ വീഡിയോ ഇട്ടിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ചെറിയ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ചെമ്മീൻ പൊളിച്ചെടുക്കാനൊക്കെ നല്ല പണിയാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് ചെറിയ ചെമ്മീനാകുമ്പോൾ. അതിലേക്ക് ഞാനിത് അവിടെ തക്കാളി എടുത്തിട്ടുണ്ട്, പുളി എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളെ വലിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഇതിന് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ഇട്ടെടുക്കണം കേട്ടോ. കണ്ടോ, നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചെമ്മീനൊക്കെ. ഈ തക്കാളി ഉണ്ട് കേട്ടോ. പിന്നെ ഈ തേങ്ങ വറുത്ത് അരക്കാനാണല്ലോ, അപ്പൊ ഞാൻ തേങ്ങ ഒന്ന് ആദ്യം വറുത്ത് എടുക്കാം കേട്ടോ ചെയ്യണത് എണ്ണയിൽ. തേങ്ങ നന്നായി വറുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം കേട്ടോ അരക്കണത്. അപ്പൊ നമ്മളിതൊരു മേടിയായിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ചോക്കണ്ട, ചോന്ന് പോവണ്ട. പിന്നെ നമ്മൾ ഇപ്പൊ ചട്ടിന്ന് പെട്ടെന്ന് ഒരു പ്ലേറ്റിൽ ഒഴിച്ചു കൊടുക്കണം നമുക്ക്. അല്ലെങ്കിൽ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പൊ തേങ്ങ പാകമായിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര പാകം മതി കേട്ടോ, ഓവർ ചോക്കാതെ പെട്ടെന്ന് തന്നെ നമ്മൾ വേറെ പ്ലേറ്റിക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പൊ അതവിടെ ചൂടാറി വരട്ടെ. ഞാൻ ചെമ്മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ച് കഴിഞ്ഞിട്ടോ. അപ്പൊ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എണ്ണയൊക്കെ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് നല്ല കട്ട പിടിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഈ ചട്ടിനെ ഒന്ന് ചുറ്റി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ചട്ടി പുകയും. ഇനി നമുക്കിതിൽ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കണം, ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ വലിയ ഉള്ളി ഇട്ട് കൊടുക്കാണ്ടോ, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ. ഇത് നന്നായിട്ട് 2 പച്ചമുളക് ഇട്ടുണ്ട് കേട്ടോ. നന്നായി വഴറ്റി ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് കിട്ടും കേട്ടോ നമ്മളെ വലിയ ഉള്ളി ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയെടുത്താൽ. ഇത് നമ്മൾ ഇതിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. ഇതിന് ഞാൻ 1 ടീസ്പൂണ് നിറയെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂണുള്ളൂ ഞാൻ മുളക് പൊടി ഇടുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ നമുക്ക് കൂടുതലായിട്ട് കുരുമുളക് പൊടിയും ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്, ഈ കറിയിൽ മുന്നിട്ട് നിൽക്കാൻ ടേസ്റ്റ്. അതൊക്കെ നന്നായിട്ട് വരുന്ന ഞാൻ മീനിട്ട് കൊടുക്കുകയാണ്. മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ ഞാനത് മോൾക്ക് കുറച്ച് തിന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. മോള് സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ പൊളിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവൾക്ക് ലഞ്ചിന് കൊടുത്തയക്കാൻ വേണ്ടി എന്താ ഞാൻ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കറി ആകുമ്പോൾ കുറച്ച് പുളിവെള്ളം കൂടുതൽ വേണം, എന്നാലേ നമ്മളെ കറിക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കറിയായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, അപ്പൊ കറിയുടെ ആവശ്യമുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പൊക്ക് നമ്മൾ തേങ്ങയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഞാനിതൊന്ന് അരച്ചെടുക്കാണ് കറി ആകുമ്പോഴേക്ക്. അപ്പൊ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പൊ മോൾക്ക് വേണ്ടിയില്ലേ ഞാൻ കുറച്ച് മസാല കൂട്ടി വെക്കാണ്ടോ മോളുടെ ചെമ്മീനില്. അവൾക്ക് ലഞ്ചിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്ടോ രാവിലെ. ഇന്ന് മോൾട്ടി ഉണ്ട് കേട്ടോ. കണ്ട മുടിയൊന്നും ശരിയാക്കാതെ അവിടെ ഇങ്ങനെ കളിയിൽ കൂടി ഇരിക്കുകയാണ് കേട്ടോ മോൾട്ടി. അപ്പൊ ഞങ്ങളുടെ പൊന്നൂസ് പൂച്ചയുടെ ചെമ്മീന്റെ മണൊക്കെ കേട്ടിട്ട് അടുക്കളയിൽ എത്തിട്ടോ. അപ്പൊ നമ്മളെ കറിക്ക് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തേങ്ങ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പൊ തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ടോ. ഇനി ഒന്നും തള വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ഇട്ട് ഇറക്കി വെക്കാം. അപ്പൊ ഇങ്ങനത്തെ കറി ഒന്ന് കൂട്ടി നോക്കട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ കറിക്ക്. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പൊ നമ്മൾ കറിയൊക്കെ റെഡിയായി തിളച്ച് വന്നിട്ടുണ്ടോ. ഇതിൽ ഞാൻ കറിവേപ്പില ഇടുന്നത് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോറാണ് കേട്ടോ ഇതിന് കഴിക്കണത്.
ഇതിന്റെ കൂടെ ഇന്ന് ചോറിന് ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പത്തിരിക്ക് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇങ്ങനത്തെ ചെമ്മീൻ കറി. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ കറി ഉണ്ടാക്കി കഴിഞ്ഞാല്. അപ്പൊ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാണ്ടോ ഞാനും മോളും. മോൾ എന്നോട് ആദ്യം കഴിക്ക് പറയാൻ കേട്ടോ. അപ്പൊ ചെമ്മീൻ കറിയൊക്കെ നല്ല സൂപ്പർ ആയിട്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പൊ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം,